ആകാശത്ത് ഇനി നിയമങ്ങൾ മാറ്റി എഴുതപ്പെടാൻ പോവുകയാണ്. വൻ ശക്തികൾ പോലും വർഷങ്ങളായി ശ്രമിച്ചിട്ടും പരിപൂർണതയിലെത്തിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു അത്യപൂർവ സാങ്കേതികവിദ്യ. അത് സ്വന്തമാക്കാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. കേവലം ഒരു പുതിയ വിമാനമല്ല ഇത്, വരും തലമുറയ്ക്കുള്ള ഇന്ത്യയുടെ മറുപടിയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ ശക്തികളിലൊന്നായി നമ്മുടെ ഭാരതം മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. അതെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ഇന്ത്യ വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം AMCA അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്തുകൊണ്ടാണ് ചൈനയുടെയും തുർക്കിയുടെയും വിമാനങ്ങളെക്കാൾ AMCA മികച്ചതാകുന്നത്? വൻ ശക്തിയായ അമേരിക്കയ്ക്ക് പോലും നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ ഇന്ത്യ എങ്ങനെയാണ് മറികടന്നത്? കാണാം ഈ വീഡിയോയിലൂടെ. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ തിരിച്ചറിയുവാൻ പോവുകയാണ്. നമ്മുടെ അയൽക്കാരായ ചൈന വലിയ അവകാശവാദങ്ങളോടെ രംഗത്തിറക്കിയ വിമാനമാണ് J-20. എന്നാൽ അതിൻ്റെ എഞ്ചിൻ ശേഷിയെക്കുറിച്ചും റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള അതിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയെക്കുറിച്ചും ഇപ്പോഴും ലോകത്തിന് വലിയ സംശയങ്ങളാണ് ഉള്ളത്. അതിലും കഷ്ടമാണ് അവരുടെ മറ്റൊരു പ്രോജക്റ്റായ J-36ൻ്റെ അവസ്ഥ. കൃത്യമായ പവർ ലഭിക്കാൻ വേണ്ടി 3 തരത്തിലുള്ള എഞ്ചിനുകൾ മാറി മാറി പരീക്ഷിക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എത്രയൊക്കെ പണം ഒഴുക്കിയാലും ശരിയായ സാങ്കേതികവിദ്യ വികസിപ്പിക്കുക എളുപ്പമല്ല എന്ന് ചൈനയ്ക്ക് മനസ്സിലായി എന്നത് വേണം മനസ്സിലാക്കാൻ. ഇനി തുർക്കിയുടെ കാൻ, ദക്ഷിണ കൊറിയയുടെ KF-21 എന്നിവയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവയൊക്കെ 5ാം തലമുറ വിമാനങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക സഹായങ്ങളെയും എഞ്ചിനുകളെയും വലിയ തോതിൽ ആശ്രയിച്ച് തന്നെയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ പൂർണ്ണമായി 5ാം തലമുറ വിമാനങ്ങളായി കണക്കാക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ദീർഘവീക്ഷണം വേറിട്ട് നിൽക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ ധൃതി പിടിച്ച് അപൂർണമായ മോഡലുകൾ നിർമ്മിച്ചപ്പോൾ ഇന്ത്യ സ്വീകരിച്ചത് അതീവ ജാഗ്രതയോടെയുള്ള എന്നാൽ ശക്തവുമായ ചുവടുവയ്പ്പുകളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള പിന്തുണയോടെ പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുന്നതാണ് ഇന്ത്യയുടെ AMCA. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ സൂപ്പർ ക്രൂയിസ് ശേഷിയോടെയാണ്. എന്താണത്? പറഞ്ഞു തരാം. അമിതമായി ഇന്ധനം ഉപയോഗിക്കുന്ന ആഫ്റ്റർ ബേണർ സാങ്കേതികവിദ്യ ഇല്ലാതെ തന്നെ ഈ വിമാനത്തിന് ശബ്ദത്തേക്കാൾ വേഗതയിൽ ആകാശത്ത് കുതിച്ചുപായാൻ കഴിയും. ഇതിനൊപ്പം ലോകോത്തര നിലവാരമുള്ള സ്റ്റെൽത്ത് രൂപകൽപ്പനയും ഇതിനുണ്ട്. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം അദൃശ്യമായി പറന്നുയരാൻ നമ്മുടെ AMCAക്ക് സാധിക്കുമെന്നാണ് ചുരുക്കി പറയേണ്ടത്. പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ഇതുകൊണ്ട് മാത്രം AMCA ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനമാകുമോ എന്ന്. അതിനുള്ള ഉത്തരം ഇനിയുള്ള ഭാഗത്താണ്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഈ വിമാനം 5ാം തലമുറയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഭാവിയിലെ 6ാം തലമുറ സാങ്കേതിക വിദ്യകളിലേക്ക് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മസ്തിഷ്കം ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPU എന്നൊക്കെ പറയുന്നത് പോലെ വിമാനത്തിൻ്റെ തലച്ചോർ ഭാഗം അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഈ വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലൈ ബൈ ലൈറ്റ് സാങ്കേതികവിദ്യ വിമാനത്തിൻ്റെ നിയന്ത്രണം അതീവ വേഗത്തിലാക്കുന്നു. കൂടാതെ ഭാവിയിൽ പൈലറ്റില്ലാ ചെറുവിമാനങ്ങളെ, അതായത് കൊളാബറേറ്റീവ് ഡ്രോണുകളെ ഈ വിമാനത്തോടൊപ്പം നിയന്ത്രിക്കാനുള്ള പ്രത്യേക സംവിധാനവും ഇതിലൂടെ സാധ്യമാകുമെന്നതാണ്. അതായത് ഒരു കേന്ദ്ര വിമാനവും അതിനൊപ്പം അനുയായികളായി പറക്കുന്ന ഡ്രോണുകളും ചേരുന്ന വൻ സുരക്ഷാ കവചം ആകാശത്ത് തീർക്കാൻ നമ്മുടെ AMCAക്ക് കഴിയുമെന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ കിടിലൻ ആസൂത്രണ രീതി. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള അമേരിക്ക പോലും അവരുടെ F-22, F-35 പ്രോജക്റ്റുകളിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങളും നിർമ്മാണ വൈകലുകളും നേരിട്ടിട്ടുണ്ട്. അത്രമാത്രം സങ്കീർണമാണ് ഇത്തരം ആകാശ വിസ്മയങ്ങൾ നിർമ്മിക്കുക എന്നത്. എന്നാൽ ഇന്ത്യ സ്വന്തം വഴി സ്വയം വെട്ടിത്തുറന്നു എന്നതും അഭിമാനത്തോടെ മനസ്സിലാക്കണം. എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വമ്പൻ മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.